യോഹന്നാൻ 17 യേശു കർത്താവ് പറയാണ്, പിതാവേ അപ്പാ നാഴിക വന്നിരിക്കുന്നു. നോക്കിക്കേ, ഈ യാത്രയുടെ തുടക്കം കാനായിലെ കല്യാണത്തിൽ, സ്ത്രീയെ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നു, അവൻ വെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടെയോ, പിതാവേ നാഴിക വന്നിരിക്കുന്നു. ഞങ്ങളുടെ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. കണ്ടോ, നിഴലിൽ നിന്ന് പൊരുളിലേക്കുള്ള ദൂരം. കനായിലെ കല്യാണത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ പൊരുളാണിവിടെ. വെള്ളം വീഞ്ഞായതുപോലെ മരണം ജീവനായി മാറുകയാണ്. ജഡത്തിലിരിക്കുന്ന, ശരീരത്തിലിരിക്കുന്ന സാധാരണ മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ മന്ദിരമായി തീരുകയാണ്. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. ഇത് പിന്നീട് യോഹന്നാനും പറയാം, പത്രോസിനും പറയാം, യാക്കോബിനും പറയാം, ഇപ്പം എനിക്കും പറയാം, നിങ്ങൾക്കും പറയാം. നമ്മളെ മഹത്വപ്പെടുത്താൻ.